ഹിന്ദു വിഭാഗത്തിനിടയിൽ ജാതിയുടെ പേരിൽ വിഭജനമുണ്ടാക്കാൻ ശ്രമിക്കുന്നവർക്ക് കിട്ടിയ വൻ തിരിച്ചടിയായിരുന്നു ദ്രൗപദി മുർമു ഇന്ത്യൻ പ്രസിഡന്റായത്. ഗോത്രവർഗക്കാരിയായ ആദ്യ രാഷ്ട്രപതിയാണ്. എന്നാൽ ജീവിതത്തിൽ നിരവധി ദുരിതങ്ങളിലൂടെയുള്ള ജീവിതമായിരുന്നു ദ്രൗപദി മുർമുവിൻ്റെ. ഉപർബേദ ഗ്രാമമുഖ്യൻ നാരായൺ ടുഡുവിൻ്റെ 3 മക്കളിൽ മൂത്തയാളാണ് ദ്രൗപദി മുർമു. രാജ്യത്തെ എല്ലാ ഗോത്രവർഗക്കാരെയും പോലെ ദ്രൗപദിയും പട്ടിണിയും ദാരിദ്ര്യവും പിന്നിട്ടാണ് യാത്ര തുടങ്ങിയത്. ഉപർബേദ ഗ്രാമത്തിലെ സ്കൂളിൽ 8ാം ക്ലാസ് പൂർത്തിയാക്കിയ ശേഷം ഒഡീഷയിലെ തലസ്ഥാനമായ ഭുവനേശ്വറിലായിരുന്നു ദ്രൗപദിയുടെ തുടർ പഠനം. ഭുവനേശ്വറിലെ രമമാദേവി വനിതാ സർവകലാശാലയിൽ നിന്ന് വിദ്യാഭ്യാസം നേടിയ അവർ ജൂനിയർ ക്ലർക്കായി ജലസേചന വകുപ്പിൽ ജോലിക്ക് കയറി. പിന്നാലെ ശ്യാം ചരണുമായുള്ള വിവാഹം. ഉപർബേദയിൽ നിന്ന് 20 കിലോമീറ്റർ അകലെ റായ്റങ്പുരിയിലായിരുന്നു ശ്യാം ചരണിന് ജോലി. ഭർത്താവിനൊപ്പം കഴിയാൻ ഭുവനേശ്വറിലെ ജോലി ഉപേക്ഷിച്ചു. അവിടെ അരോബിന്ദോ സ്കൂളിലെ ടീച്ചറായി ജോലിക്ക് കയറി. സയൻസ് അധ്യാപികയായിരുന്നു ദ്രൗപദി മുർമു. കുട്ടികൾക്ക് കൊടുക്കാനായി എല്ലാ ദിവസവും മിഠായികളുമായാണ് ദ്രൗപദി എത്തിയിരുന്നത്. രാഷ്ട്രീയത്തിലിറങ്ങിയതിനു പിന്നാലെ അധ്യാപനം ഉപേക്ഷിക്കുകയായിരുന്നു. രാഷ്ട്രീയത്തിലേക്കിറങ്ങാൻ ദ്രൗപദി മുർമുവിന് മടിയായിരുന്നു. 1997-ൽ നഗറിൽ പഞ്ചായത്ത് കൗൺസിലറായിട്ടാണ് മുർമു തൻ്റെ രാഷ്ട്രീയ ജീവിതം ആരംഭിക്കുന്നത്. അതേ വർഷം തന്നെ അവർ റായ്റങ്പൂർ NSCയുടെ വൈസ് ചെയർപേഴ്സണായി. പിന്നീട് രാഷ്ട്രീയ ജീവിതത്തിൽ ഉറച്ചുനിന്ന അവർ 2 വട്ടം MLA ആയി. 1 വട്ടം മന്ത്രിയാവുകയും ചെയ്തു. റായ്റങ്പുരിയിൽ നിന്നുമാണ് BJP സ്ഥാനാർത്ഥിയായി മുർമു മത്സരിച്ചത്. രാഷ്ട്രീയ ജീവിതത്തിൽ വലിയ വിജയങ്ങൾ നേടാനായെങ്കിലും ദ്രൗപദിയുടെ സ്വകാര്യ ജീവിതത്തിൽ ഒരുപാട് ദുരന്തങ്ങൾ അവർക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. 3 മക്കളായിരുന്നു ദ്രൗപദിക്കും ശ്യാം ചരണിനും ഉണ്ടായിരുന്നത്. 2009-ലെ ഒരു അപകടത്തിൽ മുർമുവിന് തൻ്റെ മകനെ നഷ്ടമായി. 2013-ൽ രണ്ടാമത്തെ മകനെയും നഷ്ടപ്പെട്ടു. തൊട്ടടുത്ത വർഷം ഭർത്താവിനെയും ദ്രൗപദി മുർമുവിന് നഷ്ടമായി. ഒന്നിനു പുറകെ ഒന്നായി വന്ന മരണങ്ങൾ ദ്രൗപദിയെ വലിയ മാനസിക പിരിമുറുക്കത്തിലേക്ക് നയിച്ചിരുന്നു. തൻ്റെ ജീവിതത്തിലുണ്ടായ പ്രിയപ്പെട്ടവരുടെ മരണത്തെപ്പറ്റി ദ്രൗപദി ഒരു അഭിമുഖത്തിൽ നേരത്തെ പറഞ്ഞിരുന്നു. ഞാൻ ജീവിതത്തിൽ നിരവധി ഉയർച്ചതാഴ്ചകൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. എനിക്ക് എൻ്റെ 2 മക്കളെയും എൻ്റെ ഭർത്താവിനെയും നഷ്ടപ്പെട്ടു. ഞാൻ പൂർണ്ണമായും തകർന്നുപോയി. പക്ഷെ അത് തുടരാനുള്ള ശക്തി ദൈവം എനിക്ക് നൽകി. ജനങ്ങളെ സേവിക്കുക എന്നതായിരുന്നു അത്. 2 ആൺമക്കളും ഭർത്താവും മരിച്ച മുർമുവിന് പിന്നീട് ജീവിതത്തിൽ കൂട്ടായുണ്ടായിരുന്നത് ഏക മകളായിരുന്നു. ദ്രൗപദി മുർമുവിൻ്റെ ജീവിതം എളിമയും ലാളിത്യവും നിറഞ്ഞതായിരുന്നു. താൻ ദരിദ്ര കുടുംബത്തിൽ നിന്നുമാണ് വരുന്നത്. രാഷ്ട്രീയത്തിലേക്ക് വരുമെന്നൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. കുടുംബത്തെ സാമ്പത്തികമായി നിലനിർത്താൻ പഠിക്കണമെന്നും ജോലി നേടണമെന്നും ആഗ്രഹമുണ്ടായിരുന്നുവെന്നും ദ്രൗപദി മുർമു ഒരിക്കൽ പറഞ്ഞിരുന്നു. സാധാരണക്കാരിയിൽ നിന്നും സർക്കാർ ഉദ്യോഗസ്ഥയായും അതുപേക്ഷിച്ച് വീട്ടമ്മയായും പിന്നീട് MLA, മന്ത്രി, ഗവർണർ, ഇപ്പോഴിതാ രാജ്യത്തിൻ്റെ പ്രഥമ പൗരൻ. രാഷ്ട്രപതി പദത്തിലെത്തിയതിനു ശേഷം ഒരു അമ്മയെപ്പോലെ മുർമുവിനെ പരിചരിക്കുന്ന ഒരാളുണ്ട്. മേജർ ഋഷഭ് സിംഗ് സംബ്യാരാണത്. അദ്ദേഹത്തിൻ്റെ പേരിൽ എണ്ണിയാൽ തീരാത്ത ഫാൻ പേജുകൾ വരെ നിലവിലുണ്ട്. രാഷ്ട്രപതിയുടെ കൂടെയുള്ള ഒട്ടേറെ വീഡിയോകളാണ് ഫാൻ പേജുകളിലൂടെ പ്രചരിപ്പിക്കപ്പെടുന്നത്. അവ വളരെ പെട്ടെന്ന് വൈറലാവുകയും ചെയ്യുന്നു. ഒരു വൈകാരിക നിമിഷത്തിൽ കണ്ണീരടക്കാൻ കഴിയാതെ രാഷ്ട്രപതി പാടുപെടുമ്പോൾ മേജർ ഒരു തൂവാല എടുത്തു കൊടുക്കുന്ന വീഡിയോയാണ് അക്കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ സ്വീകരിക്കപ്പെട്ടത്. രാഷ്ട്രപതി ADC എന്ന ബന്ധത്തിനപ്പുറം അമ്മ-മകൻ ബന്ധമാണ് അവർക്കിടയിലുള്ളതെന്ന് ചിലരുടെ നിരീക്ഷണം. തൻ്റെ ജോലി അങ്ങേയറ്റം ആത്മാർത്ഥതയോടെയും ജാഗ്രതയോടെയും ചെയ്യുന്ന മേജറിനെ പ്രശംസിച്ചുകൊണ്ടാണ് വീഡിയോകളെല്ലാം പ്രചരിക്കുന്നത്.